ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് മീൻ മുട്ടയുടെ ഒരു കറിയാണ്. ഈ മീൻ മുട്ട എന്ന് പറയുന്നത് കാറ്റ്ഫിഷിൻ്റെ മുട്ടയാണ്, അതായത് ഏട്ടമീൻ്റെ മുട്ടയാണ്. ഇത് നമ്മൾ സാധാരണ മീനിൻ്റെയൊക്കെ മുട്ടയിലും ഒത്തിരി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റും അതേപോലെ തന്നെ അതുണ്ടാക്കുന്ന രീതിയും എല്ലാം ഒത്തിരി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കറിയാണിത്. ഇതാണ് ഏട്ടമീൻ മുട്ട. ഇതൊരു പൗച്ചിലാണ് ആ മുട്ട ഇരിക്കുന്നത്. പിന്നെ കുഞ്ഞു കുഞ്ഞു ബോൾ പോലെ ഇരിക്കും. നമുക്കത് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കണം. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ടൊന്ന് കഴുകിയെടുക്കുകയാണ്. ആദ്യമായിട്ട് ഈ മീനിൻ്റെ മുട്ട കാണുമ്പോൾ എല്ലാവർക്കും ഒരു അത്ഭുതമായിരിക്കും എന്നെപ്പോലെ. ഈ മീനിൻ്റെ മുട്ട ഒരു ജെല്ലി പോലെയാണ് ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത്. ഇത് നമ്മൾ സാധാരണ മീനിൻ്റെ മുട്ടയിലുമൊക്കെ ഷേപ്പിലും എല്ലാം ഒത്തിരി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഈ മീനിൻ്റെ മുട്ട. ഇത് നല്ലതുപോലെ ആ മീൻ മുട്ട കഴുകിയെടുക്കണം. അതിനുശേഷം അതേ നമ്മുടെ ഒരു കട്ടിംഗ് ബോർഡിലേക്ക് എടുത്ത് വയ്ക്കാം. ഞാൻ പൗച്ചിൽ നിന്ന് അടർന്നു പോകുന്ന മുട്ടയൊക്കെ നല്ലതുപോലെ ഒന്ന് കഴുകിയെടുത്ത് ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഈ മുട്ടയുടെ ആ കവറൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. ഇത് കട്ട് ചെയ്ത് നമ്മളൊന്ന് എടുത്ത ശേഷം വീണ്ടും നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കണം. കഴുകിയെടുത്ത മുട്ട ഒരു ചട്ടിയിലേക്ക് ഇടാം. നമ്മൾ ആ മാറ്റി വെച്ച ആ മീനിൻ്റെ മുട്ടയും കൂടിയിട്ട് ഇതിലേക്ക് ചേർക്കണം. കുറച്ച് വെള്ളം ഒഴിക്കണം. അത് ആ മീൻ മുട്ട വേവുന്നതിന് ആവശ്യമുള്ള കുറച്ച് വെള്ളം ഒഴിക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതിനാവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഈ മുട്ട വേവിച്ചെടുക്കണം. ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഒന്ന് ഇളക്കിയിടണം, അല്ലെങ്കിൽ ആ മീൻ മുട്ട ചട്ടിയുടെ അടിയിൽ ഒട്ടിപ്പിടിക്കും. ഇത് ഓവറായിട്ട് കുക്ക് ചെയ്യരുത്. ഇപ്പോൾ ഒരു മുട്ട എടുത്തിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ അതിൻ്റെ ഉൾവശത്ത് ഒന്ന് ഒട്ടിപ്പിടിക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പാകമാകുമ്പോൾ നമ്മൾ വെള്ളത്തിൽ നിന്ന് മുട്ട കോരിയെടുക്കണം. ഓവറായിട്ട് കുക്ക് ചെയ്താൽ ഇത് റബ്ബർ പോലെ ആയിപ്പോവും. പിന്നീട് അത് കഴിക്കാനായിട്ട് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എന്ന് വെച്ചാൽ നമ്മൾ കടിച്ചാലൊന്നും മുറിയില്ല, അതേപോലത്തെ ഒരു ബെല്ലായിപ്പോവും. അപ്പോൾ ഇപ്പോൾ അതങ്ങനെ കട്ട് ചെയ്തിട്ട് ആ ഉള്ളിലൊരു നമുക്കിങ്ങനെ പകുതി ഉള്ളിൽ കുറച്ച് വേവൽ കുറവുണ്ടാവും. പക്ഷെ അതിന് നമ്മളത് കറി ഉണ്ടാക്കുമ്പോൾ ബാക്കിയുള്ളത് കൂടെ വെന്ത് കിട്ടും. അപ്പോൾ ഇങ്ങനെ ഒട്ടണ പോലെ നമുക്ക് തോന്നുന്ന ആ സ്റ്റേജ് ആകുമ്പോൾ ആ വെള്ളത്തിൽ നിന്ന് അത് കോരിയെടുക്കണം മുട്ട. ഇത് തീ ഓഫ് ചെയ്തിട്ട് ആ മുട്ടയെല്ലാം വെള്ളത്തിൽ നിന്ന് കോരിയെടുക്കുക. ആ മുട്ട കുറച്ച് ആ വെള്ളത്തിൽ കിടപ്പുണ്ട്, അതങ്ങനെ കിടന്നോട്ടെ. ഈ മുട്ട വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ആ മുട്ടയുടെ പൗച്ച് കഴിക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ അതിഷ്ടമുള്ളവർക്ക് അത് മുറിച്ച് ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് മുറിച്ചിട്ട് അതും കറിയിലേക്ക് ചേർക്കാവുന്നതാണ്.
അപ്പോൾ മുട്ടയെല്ലാം ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ മുട്ട ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടില്ലെങ്കിൽ നമ്മളതെല്ലാം മുട്ട ഓരോന്നോരോന്നായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ ആ മുട്ട വേവിച്ച വെള്ളത്തിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി, ഒരു 8-10 ചെറിയ ഉള്ളിയും, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 5-6 പച്ചമുളക് എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് ചതച്ചെടുക്കണം. ഇനി ചതച്ചെടുത്ത ഈ ഉള്ളി, ഇഞ്ചിയും പച്ചമുളകും കൂടെ ചട്ടിയിലേക്ക് ഇടാം. കുറച്ച് കറിവേപ്പില, ഞാൻ വേവിച്ച് വെച്ച മുട്ടയും കൂടി ചട്ടിയിലേക്ക് ഇടാം. രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, അതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. പിന്നീട് കറിക്ക് ആവശ്യമുള്ള വെള്ളവും കൂടി ഒഴിക്കണം. ഒരു 2-3 കഷ്ണം കുടംപുളിയും കൂടെ കഴുകിയിട്ട് അതിലേക്ക് ചേർക്കണം. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഇത് വേവിക്കാനായിട്ട് വയ്ക്കും. ഞാൻ ഈ കറി ഉണ്ടാക്കുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ സിസ്റ്റർ ഉണ്ടാക്കുന്നത് കണ്ടിട്ടാണ്. അപ്പോൾ മുട്ട വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഒന്ന് ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുത്തിട്ട് അതിൻ്റെ ആ വെള്ളം ഒന്ന് വറ്റി കിട്ടണം. അപ്പോൾ ഇടയ്ക്കൊന്ന് ടേസ്റ്റ് നോക്കുക. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എരിവും പുളിയും ഉപ്പും എല്ലാം നോക്കിയിട്ട് അത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. അപ്പം മീൻ മുട്ടയുടെ ചാറൊന്ന് കുറച്ച് കുറുകിയിട്ടുണ്ട്. ഇനി അത് ചെറിയ തീയിലേക്ക് ആക്കി വയ്ക്കാം. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കടുക് ഇട്ടിട്ടുണ്ട്. അത് ഓപ്ഷനിലാണ്. ഈ മീൻ മുട്ടയുടെ കറിക്ക് കടുക് ചേർക്കാറില്ല. പിന്നെ അതിലേക്ക് കുറച്ച് ചെറിയുള്ളി അരിഞ്ഞതും കറിവേപ്പിലയും കൂടി ചേർത്ത് മൂപ്പിച്ചെടുക്കാം. ഇപ്പം മീൻ മുട്ടയുടെ ചാറ് നല്ലതുപോലെ കുറുകിയിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്യുകയാണ്. ഉള്ളി നല്ലതുപോലെ മൂത്തിട്ടുണ്ട്. ഇനി മൂപ്പിച്ച ഉള്ളി നോക്കി മീൻ മുട്ടയിലേക്ക് ചേർക്കാം.